ശ്രീമന്നാരായണീയം ദശകം 25 നരസിംഹാവതാരം ശ്ലോകം 6. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭ്രാമ്യന്തം ദിദിജാധമം പുനരപി പ്രോദ്ഗൃഹ്യ ദോർഭ്യാം ജവാദ് ദ്വാരേതോരുയുഗേ നിപാത്യ നഖരാൻ വ്യുദ്ഘായ വക്ഷോ ഭുവി. നിർഭിന്ദല്ലധിഗർഭ നിർഭരകളതു രക്താംബുബദ്ധോത്സവം പായം പായമുദൈരയോ ബഹുജഗത് സംഹാരി സിംഹാരവാൻ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ഹിരണ്യകശിപു ഈ പ്രപഞ്ചം മുഴുവനും വിഴുങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ആ നരസിംഹമൂർത്തിയുടെ മുന്നിലേക്ക് ഗദയും വാളും പരിചയും ഒക്കെ മാറി മാറി എടുത്തുകൊണ്ട് യുദ്ധത്തിനായിട്ട് ഒരുമ്പെട്ട് വന്നു. മേൽപ്പത്തൂർ ഇവിടെ ഗുരുവായൂരപ്പനോട് പറയുകയാണ്, എന്തോരത്ഭുതം, ഇവൻ എന്തൊരു വിഡ്ഢിയാണ്, ഇതാരാണെന്ന് പോലും അറിയാതെ, അവനൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ ഭഗവാനോട് യുദ്ധം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അവന്റെ ഒരു അഹങ്കാരം. ഇനി ഭ്രാമ്യന്തം, വട്ടം തിരിയുന്ന, അതായത് ഭഗവാന് പിടികൊടുക്കാതെ കിടന്ന് വട്ടം തിരിയുന്ന ദിദിജാധമം, ദിദിയുടെ പുത്രനായ ആ അധമനായ ഹിരണ്യകശിപുവിനെ പ്രഹ്ലാദന്റെ നേരെ കാട്ടിയ ഒരുപാട് കടുങ്കൈകളെ ഓർത്തിട്ടാവാം അധമൻ എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വെറും അസുരൻ മാത്രമല്ല, മഹാപാപി കൂടിയാണിവൻ. അവനെ വീണ്ടും വീണ്ടും, അതായത് രണ്ടാമതും, ആദ്യം ഒരു പ്രാവശ്യം പിടിച്ചു അവൻ ആ പിടി വിടുവിച്ച് പോയി വാളും പരിചയമൊക്കെ ആയിട്ട് ഭഗവാനോട് എതിരിടാൻ വന്നു. ഇപ്പൊ രണ്ടാമതും ജവാദ്, പെട്ടെന്ന്, ദോർഭ്യാം, രണ്ട് കൈ കൊണ്ടും, പ്രോദ്ഗൃഹ്യ, മുറുകെ പിടിച്ച്, അമർത്തി അവനെ അങ്ങോട്ട് ചേർത്തങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് അവനെ അങ്ങോട്ട് ഉയർത്തി. അപ്പൊ പിടിച്ചിട്ട് വീണ്ടും കൈകൾ കൊണ്ട് അവനെ അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് പ്രോദ്ഗൃഹ്യ, പിടിച്ച് അമർത്തി അങ്ങോട്ട് ഉയർത്തി അങ്ങോട്ട് എടുത്തിട്ട് അധ, പിന്നീട് ദ്വാരേ, ആ ഉമ്മറപ്പടിയിന്മേല്, ഊരുയുഗേ, ഇരു തുടകളിന്മേലായിട്ട് നിപാത്യ, വീഴിച്ചു, അതായത് മലർത്തി അങ്ങോട്ട് കിടത്തി. തൻ്റെ ആ മടിയിലേക്ക്, ഉമ്മറപ്പടിയുമേൽ അങ്ങോട്ട് ഇരുന്നു ഭഗവാൻ. എന്നിട്ട് മടിയിലേക്ക് ഇവനെ പൊക്കിയെടുത്ത ഇവനെ അങ്ങോട്ട് മടിയിലേക്ക് മലർത്തി അങ്ങോട്ട് വീഴിച്ചു, കിടത്തി. വക്ഷോഭുവി, മാറിടത്തിൽ, അവന്റെ മാറിടത്തില്, നഖരാൻ, നഖങ്ങള്, ആ നഖങ്ങളെ കൊണ്ട്, വ്യുദ്ഘായ, അമർത്തി അങ്ങോട്ട് താഴ്ത്തി, ആ നഖങ്ങൾ അവന്റെ മാറിലേക്ക് അങ്ങോട്ട് അമർത്തി. അപ്പൊ അങ്ങനെ അങ്ങോട്ട് അമർത്തി താഴ്ത്തി, വ്യുദ്ഘായ, ആ നഖങ്ങൾ അങ്ങോട്ട് അമർത്തി താഴ്ത്തി അങ്ങോട്ട് പിളർന്നുകൊണ്ട്, നിർഭിന്ദൻ, അങ്ങോട്ട് പിളർന്നുകൊണ്ട്, അതി ഗർഭ നിർഭരകള രക്താംബു ബദ്ധോത്സവം പായം പായം. അതിഗർഭ, അവന്റെ ഉള്ളിൽ നിന്ന് ആ നഖം അങ്ങോട്ട് അമർത്തി താഴ്ത്തി മാറിടത്തില്. അപ്പോൾ ആ അവന്റെ ശരീരത്തിനകത്ത് നിന്ന് നിർഭരകളത്, കുടുകുടെ ഇങ്ങനെ ആ ചാടുന്ന, പുറത്തേക്ക് വരുന്ന രക്താംബു, ആ രക്തം, പുറത്തേക്ക് വരുന്ന ആ രക്തം എന്ത് ചെയ്തു? പായം പായം, കുടിച്ചുകൊണ്ട്
രക്താംബു ബദ്ധോത്സവം ബഹുരസമായിട്ട് തുടരെ അങ്ങോട്ട് പാനം ചെയ്തുകൊണ്ട് കുടിച്ചുകൊണ്ട് ഹിരണ്യകശിപുവിനെ ഭഗവാൻ തൻ്റെ കൈകൾ കൊണ്ട് പിടിച്ച് ഉമ്മറപ്പടിയുമേലിരുന്നിട്ട് മടിയിലേക്ക് ഇരു തുടകളിലേക്കും അങ്ങോട്ട് മലർത്തിക്കിടത്തി. എന്നിട്ട് മാറിടത്തിൽ തൻ്റെ നഖങ്ങൾ അങ്ങോട്ട് അമർത്തി താഴ്ത്തി മാറങ്ങോട്ട് പിളർന്നിട്ട് അതിൽ നിന്ന് ചാടി കുടുകൂടെ പുറത്തേക്ക് ചാടുന്ന ആ രക്തം വളരെ രസകരമായിട്ട് അങ്ങോട്ട് തുടരെ അങ്ങോട്ട് കുടിക്കാൻ തുടങ്ങി. ഇവിടെ അകത്തോ പുറത്തോ ആകാശത്തോ നിലത്തോ വെള്ളത്തിലോ കരയിലോ ഒന്നും വെച്ച് കൊല്ലാൻ പാടില്ല എന്ന് ഹിരണ്യകശിപു വരം മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പകലോ രാത്രിയോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഈ സമയത്ത് പകലും അല്ല രാത്രിയും അല്ലാത്ത ആ സമയത്ത് ഉമ്മറപ്പടിമേലാണ് ഇരിക്കുന്നത്, നിലത്തല്ല, ആകാശത്തുമല്ല, അകത്തുമല്ല, പുറത്തുമല്ല, വെള്ളത്തിലുമല്ല, കരയിലുമല്ല, ഒന്നുമല്ല. അപ്പൊ അങ്ങനെ ഇരുന്നാലേ ഇവനെ കൊല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവനെ കൊല്ലാൻ പറ്റുള്ളൂ. ഇവൻ വരം മേടിച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് അങ്ങനെയാണ് കൊല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ രക്തമങ്ങനെ തുടരെ കുടിച്ചുകൊണ്ട് ജഗത് സിംഹാരവാൻ, ജഗത് ഈ ലോകങ്ങളെയെല്ലാം സംഹാരി ഛിന്ന ഭിന്നമാക്കുമാറുള്ള, സംഹരിക്കുവാൻ പോകുന്ന തരത്തിലുള്ള സിംഹാരവാൻ, രവം ശബ്ദം, ആ സിംഹനാദങ്ങളെ, അത്യുഗ്രമായിട്ടുള്ള ഗർജനങ്ങളെ വളരെ ധാരാളമായിട്ട് ഉദയിരയ പുറപ്പെടുവിച്ചു. ആ രക്തം ഇങ്ങനെ പാനം ചെയ്തുകൊണ്ട് കുടിച്ചുകൊണ്ട് ഭഗവാൻ ഉറക്കെ ഗർജിച്ചു. ഈ ലോകം മുഴുവൻ നടുങ്ങിപ്പോകത്തക്ക രീതിയിൽ ഭഗവാൻ അവിടെ ഉറക്കെ ശബ്ദം പുറപ്പെടുവിച്ചു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.